അസ്സലാമലൈക്കും. നമസ്കാരം. എന്റെ മുത്ത് ഫ്രണ്ട്സുകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാർ മോക്കുരു വന്ന് വിഷമിക്കുന്നില്ലേ? മോക്കുരു മാറാന് നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ട, അതങ്ങ് പോവും. അത് നമ്മളെ വഴിക്ക് അതിന്റെ വഴിക്ക് അത് വിടാൻ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡിന് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം മോക്കുരെല്ലാം തീർത്ത് കുറെ മാറും. പിന്നെ നമ്മൾ സ്കിന്നിന്റെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിന്നിൽ ചന്ദനത്തിന്റെ പൊടിയില്ലേ, ചന്ദന പൊടി, അത് ചന്ദനത്തിന്റെ കഷ്ണം കിട്ടും. അത് കൊണ്ടാണ്ട് നമ്മൾ ഇതാക്കിയാൽ മതി. അത് ഉരച്ചിട്ട് അതിന്റെ നീരെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പച്ചമഞ്ഞളും ചന്ദനത്തിന്റെ പൊടി കിട്ടും. അതങ്ങില്ലെങ്കിൽ പിന്നെ അതിന്റെ കഷ്ണം കിട്ടും. അതെങ്കിലും അത് നമ്മൾ അതിന്റെ നീരെടുക്കണം. അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടിയും പിന്നെ ഈ സാധനം ഇല്ലേ, നമ്മൾ പച്ചമഞ്ഞൾ, ഈ പച്ചമഞ്ഞളും അധികം നല്ലത് ഒറിജിനൽ ചന്ദനത്തിന്റെ കഷ്ണം വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ആക്കുക. പച്ചമഞ്ഞൾ നമ്മൾ നല്ലോണം അരച്ചിട്ട് രണ്ടും മിക്സ് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ ഇടുക. ഇട്ടിട്ട് നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ വയ്യ കൈ കളയാം. കൈ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ദിവസം കുറേ ദിവസം അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ രക്തം ക്ലിയർ ആവും. എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ അതുകൊണ്ട് നല്ല കളറും കിട്ടും, മുഖത്തിന് നല്ല കളറും കിട്ടും, എല്ലാത്തിനും കൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചന്ദനവും പിന്നെ ഈ പച്ചമഞ്ഞളും അരച്ചിട്ട് പിന്നെ മുഖത്ത് തേക്കുക. ചന്ദനം അരക്കാനൊന്നും പറ്റൂല, അത് അരച്ചെടുത്തിട്ട് അതിന്റെ ഇതെടുക്കണം. പിന്നെ കടയിൽ ചന്ദനപ്പൊടിയുണ്ട് വിൽക്കുന്നത്, അതിലും നല്ലത് ഇങ്ങനെ തന്നെയാണ് നല്ലത്. നിങ്ങൾ ഇഷ്ടം പോലെ എന്തെന്നാ ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്യുക. ചന്ദനപ്പൊടി കിട്ടിയെങ്കിൽ ചന്ദനപ്പൊടി വാങ്ങും. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മുഖത്ത് നമ്മളെ നല്ല കളറും കിട്ടും. പിന്നെ ഈ മോക്കുരു പോകും. പിന്നെ ഭക്ഷണത്തിന്റെ ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം. ഫുഡിനെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെന്തൊക്കെയുണ്ട്? അതിനൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ഒക്കെ മാറും, അതൊന്നും പ്രശ്നമില്ല. അത് പിന്നെ കുറച്ച് ദിവസം ഉണ്ടാകും, പിന്നെ അതങ്ങ് പോകും, കാലക്രമേണ പോകും. അതിനൊന്നും ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കേ.